Tella, we simplify learning. For +1, +2, NEET and JEE. Download the app now. Hi students, Tella Classes in the video welcome. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൂപ്പർ ക്ലാസ് ക്വിസസ് എന്ന് പറയുന്ന ഒരു സെഷൻ അല്ലായിരുന്നോ? ഇന്ന് നമ്മൾ പുതിയൊരു സൂപ്പർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചാണ്? സൂപ്പർ ക്ലാസ് ക്വിസസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ 2 ക്ലാസ്സസ് പഠിച്ചായിരുന്നല്ലേ? ക്ലാസ് കോൺട്രത്തീസും പഠിച്ചായിരുന്നു, ക്ലാസ് ഓസ്റ്റിത്തീസും പഠിച്ചായിരുന്നു. അപ്പോൾ സാർക്ക് ചെറിയൊരു ഹോംവർക്ക് തന്നായിരുന്നല്ലോ. ക്ലാസ് കോൺട്രത്തീസും ഓസ്റ്റിത്തീസും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് ടേബിൾ തയ്യാറാക്കാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അടുത്ത സൂപ്പർ ക്ലാസ്സിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. സർ, എന്തായാലും ടെട്രാപോഡ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ടെട്രാപോഡ എന്ന് പറയുമ്പോൾ 4 അപ്പൻഡേജസ്. പോഡ എന്ന് പറഞ്ഞ അപ്പൻഡേജ് ആണ്, ടെട്ര എന്ന് പറഞ്ഞ 4 എന്നാണ്. അപ്പൊ 4 അപ്പൻഡേജ് ഉള്ള അനിമൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെട്രാപോഡ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് 4 ക്ലാസ്സുകളുണ്ട്. ഓക്കെ, ടെട്രാപോഡയ്ക്കകത്ത് 4 ക്ലാസ്സുകളുണ്ട്. നമ്മൾ ഫ്ലോ ചാർട്ട് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് അതാണ്. ഒന്നാമത്തെ ക്ലാസ് ഏതായിരുന്നു? ക്ലാസ് ആംഫീബിയ, രണ്ടാമത്തെ ക്ലാസ് റെപ്റ്റീലിയ, മൂന്നാമത്തെ ക്ലാസ് ഏവ്സ്, നാലാമത്തെ ക്ലാസ് മമേലിയ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലാസ് ആംഫീബിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് സർ. ഓക്കെ. അപ്പോൾ സർ, എന്തുകൊണ്ടാണ് ഈ ക്ലാസ് ആംഫീബിക്ക് പേര് വന്നേ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, Greek word amphi which means dual and bios which means life. അതായത് ടീച്ചറെ അവർക്ക് 2 ലൈഫ് ഉണ്ടോ? അതെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ ഉഭയജീവികൾ, അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ. അപ്പോൾ അവയ്ക്ക് കരയിലും ജീവിക്കാൻ പറ്റും, വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. അതായത് അവർക്ക് 2 ജീവിതമുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ശരിക്കും ആംഫീബിയ എന്നുള്ള പേര്. കണ്ടില്ലേ? ഡ്യുവൽ ലൈഫ് എന്നുള്ള അർത്ഥത്തിൽ 2ഇടത്തും ജീവിക്കാൻ പറ്റും. അതിനെ കരയിലും ജീവിക്കാൻ പറ്റും, വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. അതായത് ആംഫീബിയൻസ് ക്യാൻ ലിവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ഇൻ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. അതായത് അക്വാട്ടിക് ഹാബിറ്റാറ്റിലും ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലും ജീവിക്കാനായിട്ട് ഈ പറയുന്ന ആംഫീബിയൻസിന് സാധിക്കും. And most of them have 2 pairs of limbs. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ടെട്രാപോഡയിൽ വരുന്നത് അവർക്ക് 4 ലിംബുകൾ ടോട്ടലി കാണും അല്ലെ? 2 pairs of ലിംബ് ഇവരുടെ ബോഡിയിൽ കാണും. അതുകൊണ്ടാണ് ഇവർ സൂപ്പർ ക്ലാസ്സിൽ വന്നത്, സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ വന്നത്. ഓക്കെ. ആൻഡ് ബോഡി ഈസ് ഡിവിസിബിൾ ഇൻടു ഹെഡ് ആൻഡ് ട്രങ്ക്. ഇവരുടെ ബോഡിയെ പ്രധാനമായിട്ട് 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹെഡും ട്രങ്കും. അപ്പോൾ കുറച്ച് വെറൈറ്റീസിനെ ഈ ടെയിൽ ഉള്ളല്ലേ? ഓക്കെ. അപ്പോൾ ടെയിൽ മേ ബി പ്രസന്റ് ഇൻ സം. ചിലരിൽ മാത്രമേ ടെയിൽ കാണാൻ പറ്റൂ. മോസ്റ്റ് ഓഫ് ദമിൽ എന്താണുള്ളത്? ഹെഡും ട്രങ്കുമായിട്ട് മാത്രമേ നമ്മുടെ ബോഡിയെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയത്തുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ. ഇനി ആംഫീബിയൻസിന്റെ സ്കിൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് മോയിസ്റ്റ് സ്കിൻ ആണ്. അതായത് ഇവിടെ എന്ത് കാണില്ല. നമ്മൾ ഫിഷസിന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ ചെതുമ്പൽ അല്ലെങ്കിൽ സ്കെയിലുകൾ കാണുമെന്ന് പറഞ്ഞിരുന്നു. അതേസമയം ഇവിടെ ആണെങ്കിലോ ഈ ആംഫീബിയൻസിന്റെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സ്കെയിൽസ് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. കൂടാതെ ടീച്ചറെ ആ സ്കിൻ എന്ന് പറയുന്നത് എന്തുവാണ്? മോയിസ്റ്റ്, ഈർപ്പമുള്ളതാണ്. എല്ലായ്പ്പോഴും നനവുള്ള സ്കിന്നായിരിക്കും ആംഫീബിയയുടെ സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദി ഐസ് ഹാവ് ഐലിഡ്സ്. അത് ഓർത്ത് വെച്ചിരിക്കുക. അവരുടെ കണ്ണുകൾക്ക് കൺപോളകളുണ്ട്, ഐലിഡ്സ് ഉണ്ട്. ഓക്കെ. ദി ടിംപാനം റെപ്രസെന്റ്സ് ദി ഇയർ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെയൊക്കെ കേസ് പറയുവാണെങ്കിൽ നമ്മുടെ ഇയറിന് പ്രധാനമായിട്ട് 3 പാർട്സ് ഉണ്ട്. അതെ, എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, ഇന്റേണൽ ഇയർ ഉണ്ട്. അതിൽ ഈ പറയുന്ന എക്സ്റ്റേണൽ ഇയറിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ പിന്ന അല്ലെങ്കിൽ ചെവിക്കുടയുണ്ട് അല്ലേ? പക്ഷെ അതേസമയം ഈ ആംഫീബിയൻസിന്റെ കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കത്തില്ല? ഈ പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല, പിന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അവരുടെ ബോഡിയിൽ ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും പുറത്തുള്ള ഓർഗൻ ഏതാണ്? ദാറ്റ് ഈസ് ടിംപാനം. അതായത് ഇയർ ഡ്രം എന്നൊക്കെ നമ്മൾ പറയും. ഇയർ ഡ്രം. അപ്പോൾ ടിംപാനം റെപ്രസെന്റ്സ് ദ ഇയർ. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. എലിമെന്ററി കനാൽ, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്സ് ഓപ്പൺ ഇൻടു കോമൺ ചേംബർ കോൾഡ് ക്ലോയാക്ക which opens to the exterior. അവരുടെ ബോഡിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടീച്ചർ. അതായത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്ലോയേക്ക എന്നുള്ളത്. ഓക്കേ. അതായത് ഇവരുടെ ബോഡിയിൽ 3 ഡക്റ്റുകൾ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലെങ്കിൽ അലിമെന്ററി കനാൽ, പിന്നെ ഒരെണ്ണം വരുന്നത് യൂറിനറി ട്രാക്ട്, അതായത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ, പിന്നെ ഒരെണ്ണം റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, അതായത് റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ട്യൂബ്. ഇതെല്ലാം വന്ന് ഓപ്പൺ ചെയ്യുന്നത് ഒരു കോമൺ ചേംബറിലേക്കാണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോയേക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അലിമെന്ററി കനാലും
അതുപോലെ തന്നെ അവരുടെ എന്താണ് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും അതേപോലെ തന്നെ യൂറിനറി ട്രാക്റ്റും ഒക്കെ വന്ന് ചേരുന്നത് ഒരു കോമൺ ചേംബറിലേക്കാണ്. ആ ചേംബറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോയേക്ക എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോയേക്കയാണ് പുറത്തേക്ക് തുറക്കുന്നത്, എക്സ്റ്റീരിയറിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ റെസ്പിറേറ്ററി ഓർഗനെ കുറിച്ചാണ്. നമുക്കറിയാം ഇവർ ഡ്വൽ നേച്ചർ കാണിക്കും, ഡ്വൽ ലൈഫ് കാണിക്കുന്നവരാ, അതായത് കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും. റെസ്പിറേറ്ററി ഒരു ഓർഗൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആവാനുണ്ട്. അതെ, കരയിൽ ജീവിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനും വേണം, വെള്ളത്തിൽ ജീവിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗൻസും വേണം. ഓക്കെ, റെസ്പിറേഷൻ ഈസ് ബൈ ഗിൽസ്, ലങ്സ് ആൻഡ് ത്രൂ സ്കിൻ. അപ്പോൾ 3 റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് പ്രധാനമായിട്ട് ഇവരുടെ ബോഡിയിൽ, ഇവരുടെ മെമ്പേഴ്സിലെ ബോഡിയിൽ കാണുന്നത്. ഒന്ന് ഗിൽസ് ആണ്, നമുക്കറിയാം വെള്ളത്തിനകത്ത് ശ്വസിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനാണ് ഗിൽസ്. നമ്മുടെ പിസസിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഗില്ലും ഗിൽ സ്ലിറ്റ്സ് ഓപ്പർക്കുലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ലങ്സ് ഉണ്ട്, നമ്മളെ പോലെ തന്നെ ലങ്സ് ഉണ്ട്, കരയിൽ ജീവിക്കുന്ന ജീവികൾക്കുള്ള ലങ്സ്. അതുപോലെ തന്നെ സ്കിന്നും ഉണ്ട് ടീച്ചറെ. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഈ സ്കിന്നിലൂടെയും ലങ്സിലൂടെയും നടക്കുന്ന റെസ്പിറേഷന് പ്രത്യേകമായിട്ട് പേരുകളുണ്ട്. ഓക്കെ, സ്കിൻ ആകുമ്പോൾ വിളിക്കുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും. ഓക്കെ, സ്കിൻ ആകുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് നമ്മൾ വിളിക്കും. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അതേസമയം ലങ്സ്, നമ്മളൊക്കെ ലങ്സ് വഴി റെസ്പയർ ചെയ്യുന്നവരാണ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് പൾമണറി റെസ്പിറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ലങ്സിലൂടെയുള്ള റെസ്പിറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമണറി റെസ്പിറേഷൻ നമ്മൾ വിളിക്കും. പൾമണറി റെസ്പിറേഷൻ. അപ്പോൾ ദ റെസ്പിറേഷൻ ത്രൂ ദ സ്കിൻ ഈസ് കാൾഡ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആൻഡ് റെസ്പിറേഷൻ ത്രൂ ലങ്സ് ഈസ് കാൾഡ് പൾമണറി റെസ്പിറേഷൻ. നമുക്കറിയാം ഇവിടെ ഈ ഒരു ആംഫിബിയൻസിന്റെ കേസ് റെസ്പിറേറ്ററി ഓർഗൻസ് അല്ലെങ്കിൽ പാർട്സ് എന്ന് പറയുന്നത് നമുക്ക് 3 പറയാം. ഗിൽസ് ഉണ്ട്, ലങ്സ് ഉണ്ട്, സ്കിൻ ഉണ്ട്. ഇനി ഹൃദയത്തെ കുറിച്ച് നോക്കാം. ഹാർട്ട് 3 ചേംബേർഡ്. ഹൃദയത്തിന് 3 അറകളാണുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പിസസ് പറഞ്ഞപ്പോൾ ഹൃദയത്തിന് 2 അറകളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ആംഫിബിയൻസിന്റെ കേസ് പറയുമ്പോൾ ഇവിടെ എത്ര ചേംബേഴ്സ് ഉണ്ട്? 3 ചേംബറുകൾ ഉണ്ട്. അതെ, അതായത് 2 ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. അത് ഓർത്ത് വെച്ചിരിക്കണം. ഇവർക്ക് 3 ചേംബറുകളുണ്ട്. ഏതൊക്കെയാണ്? 2 ഉള്ളത് ഓറിക്കിള്, 1 ഉള്ളത് വെൻട്രിക്കിളുമാണ്. And these are cold blooded animals അല്ലെങ്കിൽ പോയിക്കിലോതേർമസ് ആണ് ഇവര്. അതായത് ഇവർക്ക് കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ല, അതായത് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ല. എൻവയോൺമെന്റ് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് അവരുടെ ബോഡി ടെമ്പറേച്ചർ മാറും. ഓക്കേ, and they are dioecious, അതായത് എന്താ, സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ശരീരത്തിന് വെളിയിൽ വെച്ചിട്ട് നടക്കുന്ന അല്ലെങ്കിൽ പുറത്ത് വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ പറയാം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇനി ഇവർ മുട്ടയിടുന്നവരാ, അതുകൊണ്ട് നമ്മൾ പറയും ഓവിപാരസ് എന്ന് പറയാം. അപ്പോൾ അവരുടെ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത് ഒരു കാൽക്കേരിയസ് ഷെല്ലിന്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ടയിടുന്നവരായതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു ഓവിപാരസ്. പിന്നെ ഇവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡയറക്റ്റ് ആകാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആകാം. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇവരുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും സാർ, ആംഫിബിയൻസ് കരയിലും വെള്ളത്തിലും ജീവിക്കുക എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഒരു എക്സാമ്പിൾ പറയാൻ ചാൻസ് ഉണ്ട്? നമ്മുടെ ഫ്രോഗ് ആയിരിക്കും അല്ലേ? അപ്പൊ ഫ്രോഗിന്റെ കേസിൽ നമുക്കറിയാം എന്താ, അവർക്കൊരു ലാർവൽ സ്റ്റേജ് ഉണ്ട്, നമ്മൾ പറയുന്ന അതെ ടോഡ്സ് അല്ലെങ്കിൽ വാൽമാക്രി എന്നൊക്കെ ടാഡ്പോൾ എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പൊ ആ വാൽമാക്രി എന്നൊക്കെ പറയുമ്പോൾ അതെന്താ, ഒരു ലാർവൽ സ്റ്റേജ് ആണ്. അപ്പോൾ അവരുടെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. എന്നാൽ ചില ജീവികളാണെങ്കിൽ അങ്ങനെയുള്ള ലാർവൽ സ്റ്റേജ് കാണത്തില്ല. അപ്പൊ ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. അപ്പൊ നമ്മുടെ ആംഫിബിയൻസിന്റെ കേസിൽ, ക്ലാസ് ആംഫിബിയൻസിന്റെ കേസിൽ അവരുടെ ഡെവലപ്മെന്റ് ഡയറക്റ്റും ആവാം ഇൻഡയറക്റ്റും ആവാം. അപ്പം നമ്മുടെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ടീച്ചർ ഒരു ഡൈഷ്യസ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ഓവിപാരസ് ആണ്. അപ്പൊ ചിലരുടെ കേസിൽ ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്, ചിലർക്കാണെങ്കിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാൽ മതി, വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്. അതെ, വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ. അതുപോലെ നമ്മൾ കാണുന്ന ജീവികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർത്ത് നമുക്ക് എഴുതാനും പറ്റും. അപ്പൊ എക്സാമ്പിൾസ് നോക്കിയാൽ ഒന്നാമത്തേത് ബുഫോ അല്ലെങ്കിൽ ടോഡ്, രണ്ടാമത് റാണ അല്ലെങ്കിൽ ഫ്രോഗ്, മൂന്നാമത്തേത് ഹൈല അല്ലെങ്കിൽ ട്രീ ഫ്രോഗ്, നാലാമത്തേത് സലമാൻഡ്ര അല്ലെങ്കിൽ സലമാൻഡ്ര. ഇനി അഞ്ചാമത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സർ, ഇക്തിയോഫിസ് എന്ന് പറയുന്നത്. അതെ, ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ they are limbless amphibia. ഓക്കെ, അപ്പൊ ഇക്തിയോഫിസിന്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കണം. they are limbless. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞല്ലോ ടെട്രാപോഡ്സ് എന്ന് പറഞ്ഞാൽ 4 കാലുകൾ ഉണ്ടാവണം. അപ്പൊ തവളയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 4 കാലുകളുണ്ട് അതിന്. എന്നാൽ കാലുകൾ ഇല്ലാത്ത ആംഫിബിയൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ ടെട്രാപോഡയിൽ നമ്മൾ പുറത്താക്കത്തൊന്നുമില്ല. എവല്യൂഷനിൽ എവിടെയോ വെച്ച് അവരുടെ കാലുകൾ ലോസ് ആയതായിരിക്കാം. ടെട്രാപോഡയുടെ ഉണ്ടാവും, ഈ കാലുകളുടെ മാത്രം പ്രത്യേകത കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലില്ലാത്തവരെ എവിടുന്ന് പുറത്താക്കത്തില്ല. നമ്മൾ ടെട്രാപോഡ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിൽ നമ്മൾ പുറത്താക്കത്തില്ല. അപ്പോൾ ഇക്തിയോഫിസ് എന്ന് പറയുന്ന ഒരു ലിംബ്ലെസ് ആംഫിബിയയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇനി നിങ്ങളുടെ എൻസിആർടി ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ഫിഗേഴ്സ് നോക്കുക. ആദ്യം തന്നിരിക്കുന്ന സലമാൻഡ്രയാണ്, രണ്ടാമത് റാണ. അപ്പൊ ഇതാണ് ക്ലാസ് ആംഫിബിയ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ക്ലാസ് ആംഫീബിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടിയാലോ? നമ്മൾ അതിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, അതിന്റെ റീപ്രൊഡക്ഷൻ നോക്കി, പിന്നീട് അവയുടെ എക്സാമ്പിളുകളും പിക്ചേഴ്സും നോക്കി. ഓക്കെ, ഇനി അടുത്തതാണ് ക്ലാസ് റെപ്റ്റീലിയ. അതെ, ക്ലാസ് റെപ്റ്റീലിയ നമ്മുടെ സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഏതെന്ന് പറയുന്നത്, ക്ലാസ് റെപ്റ്റീലിയ എന്ന് പറയുന്നത്. ഇപ്പൊ റെപ്റ്റീലിയ എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് വന്നു കാണും ആരാണ്? സ്നേക്സ് ആയിരിക്കും അവരുടെ മനസ്സിലേക്ക് വന്നത്. റെപ്റ്റീലിയൻസ്, ഉരകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് സ്നേക്സ് ആണ്, ഇഴഞ്ഞു നടക്കുന്നവരാണ്. അപ്പൊ അവരുടെ പേര് വന്നതും ടീച്ചറെ അങ്ങനെ തന്നെയാണ്. ദ ക്ലാസ് നെയിം റെഫേഴ്സ് ടു ദെയർ ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ. ഇഴയുക, അതായത് തറയിൽ കൂടെ എന്ത് ചെയ്യുക, ഇഴഞ്ഞു നടക്കുന്ന ആ ഒരു ലോക്കോമോഷൻ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് അവരുടെ പേര് വന്നിരിക്കുന്നത്. അതായത് ലാറ്റിനില് റിപ്പയർ മീൻസ് ഓർ റെപ്റ്റം മീൻസ് ക്രീപ്പ് ഓർ ക്രോൾ എന്നാണ്. അതാണ് റിപ്പയർ എന്നുള്ള വാക്കിൽ റെപ്റ്റീലിയ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ദേ ആർ മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആനിമൽസ് ആൻഡ് ദെയർ ബോഡി ഈസ് കവേർഡ് ബൈ ഡ്രൈ കോർണിഫൈഡ് സ്കിൻ, എപ്പിഡെർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ്. അപ്പൊ ഇവർ പൊതുവെ എന്താണ്? ടെറസ്ട്രിയൽ, കരയിൽ ജീവിക്കുന്ന ജീവികളാണ്. ഓക്കെ, പിന്നെ അവരുടെ പ്രത്യേകത നോക്കി, അവരുടെ ബോഡി എന്ന് പറയുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള കോർണിഫൈഡ് ആയിട്ടുള്ള സ്കിന്നുകളാണ്. ഡ്രൈ കോർണിഫൈഡ് സ്കിന്നാണ്. അത് മാത്രമല്ല ഇവരുടെ ബോഡി നോക്കുമ്പോൾ അവിടെ സ്കെയിലുകളും സ്ക്യൂട്ട്, ഇപ്പൊ എക്സാമ്പിൾ മുതലയുടെ ഒക്കെ ബോഡി നോക്കുമ്പോൾ ഇങ്ങനെ പ്രൊജക്ഷൻസ് പോലുള്ള സ്ട്രക്ചേഴ്സ്. അതെ, അതാണ് ഈ സ്ക്യൂട്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എപ്പിഡെർമൽ സ്കെയിൽസും സ്ക്യൂട്ട്സും, അപ്പൊ ക്രൊക്കഡൈലൊക്കെ വരുന്ന ഗ്രൂപ്പാണിത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകത, സ്കിന്നൊക്കെ കുറച്ചുകൂടെ കട്ടിയുള്ള ഡ്രൈ ആയിട്ടൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഉള്ളവരാണ് ആരെന്ന് പറയാ? reptilia എന്ന് പറയാം. Okay, they do not have external ear openings. Tympanum represent the ear. അപ്പോൾ ഇവർക്ക് എന്തില്ല? ഇതുപോലെ ഒരു എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ഇല്ല. അവരുടെ ബോഡിയുടെ പുറത്ത് നമ്മുടെ ആംഫിബിയൻസിനെ പോലെ എന്താണുള്ളത്? ടിംബാനമാണ് അവരുടെ ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഓഡിറ്ററി കനാലോ ഒന്നും അവരുടെ ബോഡിയിൽ ഇല്ല. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. limbs when present are two pairs. അതായത് കാലുകൾ ഉണ്ടെങ്കിൽ അത് രണ്ട് പേരുകളുണ്ട്, അത് 4 എണ്ണം ഉണ്ടാവും. കാരണം ടെട്രാപോഡയാണ്. ഇല്ലാത്തവരാണ് മെജോറിറ്റി ടീച്ചറെ. അതായത് നമ്മുടെ സ്നേക്സ് ഒക്കെ എന്താണ്? ഇല്ലാത്തവരാണ്. ക്രൊക്കഡൈൽസ് പോലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 പെയർ ലിംസ് അതിനകത്ത് കാണാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, heart is usually 3 chambered but 4 chambered in crocodiles. അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പൊതുവെ ഹൃദയം എന്ന് പറയുന്നത് ഈ റെപ്റ്റീലിയൻസിന്റെ കേസിൽ എത്ര ചേംബർ ഉണ്ട്? 3 ചേംബറുകളുണ്ട്. പക്ഷെ ഒരാളെ മാത്രം നമ്മൾ മാറ്റി നിർത്തി, ഒരു എക്സെപ്ഷൻ. മിക്കവാറും എക്സെപ്ഷൻസ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ റെപ്റ്റീലിയൻസിൽ തന്നെ 4 ചേംബേർഡ് ഹാർട്ട് ഉള്ള ഒരു മെമ്പറിന്റെ പേര് ഒരുപക്ഷെ ചോദിക്കാം. ദാറ്റ് ഈസ് ക്രൊക്കഡൈൽസ് ആണ്, മുതലകൾ അല്ലേ? അപ്പോൾ ക്രൊക്കഡൈൽസ് എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിന് എത്ര ചേംബർ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. എന്നാൽ ബാക്കി എല്ലാ റെപ്റ്റൈൽസിന്റെ കേസ് നോക്കുമ്പോൾ 3 എണ്ണമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ചേംബേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നേ. അതെ, 2 ഓർക്കിളും കാണും, ഒരു വെൻട്രിക്കിളും കാണും താഴെ. എന്നാൽ ക്രൊക്കഡൈൽസിന്റെ കേസിൽ മാത്രം 2 ഓർക്കിളും കാണും, 2 വെൻട്രിക്കിളും കാണും. ഓക്കെ, reptiles are poikilotherms. That means cold-blooded. They do not have the capacity for regulating a constant body temperature. അല്ലേ? Snakes and lizards shed their scales as skin cast. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ കേട്ടിട്ടുള്ള കാര്യമല്ലേ? നമ്മൾ സ്നേക്ക് ഒക്കെ നമ്മൾ പോകുമ്പോൾ പടമുരിക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? എന്താണത്? അതിന്റെ സ്കിൻ കാസ്റ്റുകൾ, അതിന്റെ സ്കെയിൽ, അത് സ്കിൻ കാസ്റ്റിന്റെ രൂപത്തിൽ എന്ത് ചെയ്യും? ഇളക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഇതിൽ പെടുന്ന ജീവികൾ എന്താ ചെയ്യുക? സ്നേക്സ് ആൻഡ് ലിസാർഡ് ഷെഡ് ദെയർ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കിൻ കാസ്റ്റ് ഉള്ള പ്രോപ്പർട്ടി ഉള്ളതും ആർക്ക് തന്നെയാണ്? റെപ്റ്റീലിയൻസിന് തന്നെയാണ്. ഇനി അവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സെക്സസ് ആർ സെപ്പറേറ്റ്. ആണെന്നും പെണ്ണെന്നും വേർതിരിവുണ്ട്. വൺ വേർഡ് ചോദിച്ചാൽ എങ്ങനെ എഴുതും? ഡയേഷ്യസ് എന്ന് എഴുതും. ദെൻ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ആണ്. അതുപോലെ തന്നെ ടീച്ചറെ അവർ ഓവി പാരസ് ആണ്, മുട്ടയിടുന്നവരാണ്. ഇനി ഡെവലപ്മെന്റ് നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതായത് വിത്തൗട്ട് എനി ലാർവൽ സ്റ്റേജ്. അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ എന്തില്ല? ലാർവയുടെ പ്രസൻസ് ഇല്ല. പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ അല്ലെ? കുഞ്ഞൊരു ഗ്രൂപ്പ് ആയിരുന്നു അല്ലെ, കുഞ്ഞൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, ഇവരുടെ എക്സാമ്പിളുകൾ ഇമ്പോർട്ടന്റ് ആണ്, അത് നമുക്കൊന്ന് നോക്കാം ടീച്ചറെ. പക്ഷേ എക്സാമ്പിളുകൾ ഒത്തിരി ഉണ്ട് അല്ലേ പഠിക്കാനായിട്ട്. നോക്കാം എക്സാമ്പിൾസ്. ഒന്നാമത്തത് കീലോൺ അല്ലെങ്കിൽ ടർട്ടിൽ. അടുത്ത ടെസ്റ്റ്യൂഡോ അല്ലെങ്കിൽ ടോർട്ടോയിസ്. അടുത്തത് കെമിലിയോൺ അല്ലെങ്കിൽ ട്രീ ലിസാർഡ്. അതുപോലെ കലോട്ടിസ് വരുന്നുണ്ട്, അതിന്റെ പേരെന്താണ്? ഗാർഡൻ ലിസാർഡ് എന്നാണ്. അടുത്ത ക്രൊക്കഡൈലസ്, ക്രൊക്കഡൈൽ എന്ന് വിളിക്കും. അലിഗേറ്റർ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, ദാറ്റ് ഈസ് അലിഗേറ്റർ ആണ്. ഹെമിഡാക്ടൈലസ് അല്ലെങ്കിൽ വാൾ ലിസാർഡ്, നമ്മുടെ പല്ലി എന്നൊക്കെ പറയില്ലേ, അതാണ്. ഓക്കെ, ഇനി സർ പോയിസണസ് സ്നേക്സ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പോയിസണസ് സ്നേക്കുകൾക്ക് 2 എക്സാമ്പിൾ എഴുതാന്നുള്ളത്. ഓക്കെ, ഒന്ന് നാജയാണ്, നമ്മുടെ കോബ്ര അല്ലെ, കിങ് കോബ്ര എന്ന് വിളിക്കുന്ന നാജ. അതുപോലെ ബംഗാരസ് അല്ലെങ്കിൽ ക്രൈറ്റ്, അതുപോലെ വൈപ്പർ. അപ്പൊ ഇതൊക്കെ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള പാമ്പുകളാണ് അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് പോയിസണസ് സ്നേക്ക്. പിന്നെ നിങ്ങളുടെ എന്താണ് എൻസൈർട്ട് ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ഫിഗേഴ്സ് നോക്കി. ഇത് നൽകിയിരിക്കുന്ന കെമിലിയോൺ. അടുത്ത അറിയാലോ, ക്രൊക്കഡൈലസ്, കീലോൺ, ദെൻ നാജ, കോബ്രയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ റെപ്റ്റീലിയൻസ്. അപ്പോ
ഇന്ന് നമ്മൾ ടീച്ചറെ 2 ക്ലാസ്സുകൾ സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിലെ 2 ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ ക്ലാസ് ആംഫീബിയയും, രണ്ടാമത്തെ ക്ലാസ് റെപ്റ്റീലിയയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആംഫീബിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും പഠിച്ചു, അതിൻ്റെ എക്സാമ്പിളുകൾ പഠിച്ചു, അതേപോലെ തന്നെ റെപ്റ്റീലിയൻസിനെ കുറിച്ചുള്ള എല്ലാ എക്സാമ്പിളുകളും പഠിച്ചു, അതുപോലെ തന്നെ അവയുടെ ജനറൽ ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചു. അപ്പോൾ വളരെ ഈസി ആയിട്ട് 2 ക്ലാസ്സുകളും പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ലോഡ് വളരെ കുറവാണ്, കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കുട്ടികൾ അത് പഠിക്കട്ടെ. അതെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നന്നായി പഠിക്കുക. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് സ്റ്റഡി. Thank you.